Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, please, we can start. Prayer. He is my everything. He is my all. He is my everything, both great and small. He made this fate for me, made everything new. He is my everything, my Lord and King. Thank you, ma'am. Thank you all. മിസ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താവുകൊണ്ട് ഒത്തിരി പ്രെയർ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് തീർത്തത്. Okay. Okay, please. So, നിങ്ങൾക്ക് പി ജിയുടെ എക്സാം MT4 നിങ്ങൾക്ക് ഒരുമിച്ചെന്നാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ. അപ്പോ ഞാൻ ഇന്നൊരു റിഫ്രഷിംഗ് സെഷൻ വയ്ക്കുന്നുണ്ട്. MT4, MT1 ആൻഡ് MT3 അവരാണല്ലോ എക്സാം എഴുതാൻ പോകുന്നത്. പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ സൈഡിലൊരു സെമിനാർ അല്ലെങ്കിൽ അസൈൻമെന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ അത് സെമിനാർ ആയിട്ട് കണ്ടക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏതായാലും 2:30 to 3:30 ആണല്ലോ നമ്മുടെ പി ജിയുടെ ടൈം. അടുത്ത ബാച്ചിന്റെ തുടങ്ങുന്നതിന് മുമ്പുള്ള സ്ലോട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിച്ചിട്ട് അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പർ കിട്ടുവാണെങ്കിൽ അതിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ തന്നെ സെമിനാർ ചെയ്യാൻ പ്രസന്റ് ചെയ്യാം. അതല്ല റിപ്പോർട്ടായിട്ട് മതിയെങ്കിൽ അങ്ങനെ റിപ്പോർട്ടായിട്ട് തന്നെ വെക്കാം, അല്ലെങ്കിൽ അസൈൻമെന്റ് ആയിട്ട് എഴുതുക. റിപ്പോർട്ട് ഓഫ് അസൈൻമെന്റ് ആ ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലെ അല്ലെങ്കിൽ സെമിനാർ റിപ്പോർട്ട് പോലെ എഴുതുന്നതും അസൈൻമെന്റ് എഴുതുന്നതിലും വ്യത്യാസം, ഡിഫറൻസ് അറിയാലോ. അപ്പൊ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ എന്തിനാണെങ്കിലും എത്രയും പെട്ടെന്നൊന്ന് അറിയിക്കുക. പിന്നെ അപ്പൊ സബ്മിഷന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവും, എനിക്ക് പേഴ്സണലി അയച്ചു തന്നാൽ മതി. ഓക്കെ, പിന്നെ കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പേഴ്സണലി അയക്കുകയും വേണ്ട, കാരണം നമ്മുടെ വൈവ കഴിഞ്ഞിട്ടില്ലല്ലോ. വൈവ ടൈമിൽ പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ഓക്കെ മാം. പേഴ്സണലി അയക്കണ്ട, കാരണം വൈവ ടൈമിൽ പ്രസന്റ് ചെയ്താൽ മതി, നമുക്ക് സമയമുണ്ടല്ലോ. ഇനി അഥവാ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് 2 ക്ലാസ് ചോദിക്കാം. അപ്പൊ ഒരു 2 hours കിട്ടുമ്പോൾ തന്നെ ഒരു 5 minutes ഒക്കെ അപ്പോൾ മതിയാവുമല്ലോ ഒരാൾക്ക് പ്രസന്റ് ചെയ്യാൻ. ഡിപ്പെൻഡിങ് ഓൺ ദ ടോപ്പിക് മേ ബി 10 minutes. അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് തീരുമാനിച്ചിട്ട് വേഗം പറയണേ. മാം ലൈവ് വൈവയൊക്കെ എപ്പോഴായിരിക്കും? മോഡൽ എക്സാം ഡിപ്ലോമേന്റെ കഴിഞ്ഞിട്ടായിരിക്കുമോ? വൈവ നടത്തുന്നത് മോഡൽ എക്സാം കഴിയുമ്പോൾ സാധാരണ വൈവ തുടങ്ങാറുണ്ട്. പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞിട്ടാണ് മോഡൽ എക്സാം നടക്കുന്നത്. മോഡൽ എക്സാമിന് ശേഷം വൈവ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. മെയിൻ എക്സാമിന്റെ ഒപ്പം തന്നെ അതിങ്ങനെ പാരലായിട്ട് പോകാറുണ്ട്. ഒരു 10 minutes ഒക്കെ വൈവ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എടുക്കുന്ന ടീച്ചേഴ്സ് തന്നെയായിരിക്കും എടുക്കുന്നത് വൈവ കണ്ടക്ട് ചെയ്യുന്നത്. മോഡൽ എക്സാമിന്റെ ഡേറ്റ് ആവാറായോ മാം? ഡേറ്റ് മിക്കവാറും നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ വിത്തിൻ 10 days നിങ്ങൾക്ക് അത് ഇൻഫോം ചെയ്യുമായിരിക്കും. കാരണം എന്റെ പോർഷൻ മാത്രമല്ലേ എനിക്ക് കഴിയാനുള്ളൂ, ബാക്കി എല്ലാരും കഴിഞ്ഞില്ലേ. കാരണം മോണ്ടിസോറി മെത്തേഡ് ഇച്ചിരി ടൈം എടുക്കും, പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റില്ല മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു. അപ്പൊ ഞാനൊരു 4 ക്ലാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 4 ക്ലാസ്സിനുള്ളിൽ ഞാൻ തീർക്കും എന്നാണ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്. ഹോപ്പ്ഫുള്ളി ഐ ക്യാൻ കംപ്ലീറ്റ് വിത്തിൻ ദാറ്റ് ടൈം. സോ നമുക്ക് നോക്കാം. മാം, യൂണിറ്റ് 4 കൂടി ഒന്ന് MCQ ഇട്ട് തരും മിസ്സേ. ആ സെൽഫ് കൺസ്ട്രക്ഷൻ അത് കിട്ടിയിട്ടില്ല. ഇല്ലല്ലോ. ഇല്ല മാം. തന്നു വിചാരിച്ചേ. തരാം. അധികം ക്വസ്റ്റ്യൻസ് മിസ്സേ, ആ ചാപ്റ്ററിന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇട്ടുതരും. മറ്റു മിസ്സുമാരൊക്കെ എന്താ എക്സ്ട്രാ ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ അതുപോലെ മിസ് ഇത് കൊടുക്കുമ്പോ സെൽഫ് കൺസ്ട്രക്ഷനിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ കൂട്ടി കൊടുക്കും. എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഭയങ്കര മടിയുള്ള എന്നോട് തന്നെ ഇങ്ങനെ പറയണേ. മിസ് അതൊന്ന് എഴുതി വെക്കണം, അല്ല മിസ് മറന്നു പോകും. 100 കാര്യത്തിനിടയ്ക്ക് ഇപ്പൊ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, അല്ല മിസ് മറന്നു പോകും. ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാം മിസ്സിന് ഭയങ്കര തിരക്കാന്നറിയാം, PG കാരുടെ അതൊന്നും തിരക്കാന്നറിയാം. പക്ഷെ മറ്റുള്ളതൊക്കെ ഞങ്ങൾ അപ്പൊ തന്നെ നോട്ട് ചെയ്ത് അങ്ങനെ പോകലുണ്ട്. പക്ഷെ മിസ്സിന്റെ ക്ലാസ്സിൽ ഞങ്ങളൊന്നും അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ നോക്കിയൊക്കെ ഒന്നുമില്ല. ക്ലാസ് കേട്ട് അങ്ങനെ ഒക്കെ ഞങ്ങളെ മനസ്സിലുള്ളൂ, പക്ഷെ ഒന്നും ഞങ്ങൾ അണ്ടർലൈൻ മരവിച്ചിരിക്കുന്നതാണോ പറയാൻ വന്നേ? ക്ലാസ് കേട്ട് ഇങ്ങനെ മരവിച്ചിരിക്കുന്ന
അതല്ല മിസ്സേ, അങ്ങനെയല്ല. നോട്ട് അപ്പൊ തന്നെ അങ്ങനെ എഴുതി പോകാറുണ്ട്. പക്ഷെ ഈ മോണ്ടിസോറിയുടെ ഈ ഭാഗത്തു നിന്നൊന്നും ഞങ്ങൾ അധികം ആരും നോട്ട് എഴുതിയിട്ടില്ല. അപ്പൊ ഒരു ടെൻഷൻ. എങ്ങനെ ഞങ്ങൾക്ക് ആകെ മിസ് MCQ തന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് അധികം കിട്ടുകയാണെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മയങ്ങിയിരിക്കാനുള്ള എന്നും മരുന്ന് തരുന്നുണ്ടെന്ന് അർത്ഥം. ആ ശരിക്കും മിസ്സിന്റെ ക്ലാസ് ആണ് എല്ലാവർക്കും ഇഷ്ടം. നല്ല എന്താ കൂടുതൽ അല്ലാതെ അറിയാൻ പറ്റും. പക്ഷെ എക്സാമിന് വരുമ്പല്ലേ ഇതിന്ന് ഏതേലൊക്കെ ഈ PDF ബേസ് ഒരു ക്രൈറ്റീരിയ തന്നെയാണ് കേട്ടോ. എന്തായാലും വിഷമിക്കണ്ട. എക്സാമിന് മുമ്പ്, അതായത് മോഡൽ എക്സാമിന് ശേഷം മെയിൻ എക്സാമിന് മുമ്പ് ഒരു റിഫ്രഷിംഗ് സെഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് ഞാനായിരിക്കും എടുക്കുന്നത്. ഓക്കെ മിസ്, അങ്ങനെ ആയാലും മതി. മോഡൽ എക്സാം എന്തായാലും സർട്ടിഫിക്കറ്റിൽ മാർക്ക് വരത്തില്ലല്ലോ, അപ്പൊ ആ സമയം മതി. മിസ്സേ ഫൈനൽ എക്സാം എപ്പോഴായിരിക്കും? നിങ്ങൾ ഏത് ബാച്ച് ആയിരുന്നു? ജൂൺ ആണോ? ജൂലൈ ബാച്ച്, ജൂലൈ 25. മിക്കവാറും ജൂൺ പകുതിക്കുള്ളിൽ നിങ്ങളുടെ നടക്കണം. കാരണം എന്താ ചിലപ്പോ എന്റെ ഒരു നെക്സ്റ്റ് ആരുടെയെങ്കിലും ക്ലാസ് ഒക്കെ എടുത്തിട്ടാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ കൂടി വന്നാൽ അതിന്റെ അടുത്ത വീക്ക് കൊണ്ട്, ആഴ്ചയിൽ ഒരു ക്ലാസ് അല്ലേ എനിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ക്ലാസ് എടുത്ത് ഞാൻ ഈ പോർഷൻസ് എക്സ്ട്രാ എടുത്തോ അങ്ങനെയൊക്കെ എടുത്ത് നെക്സ്റ്റ് വീക്കിൽ കൊണ്ട് തീർക്കാം. എനിക്ക് തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ നൈറ്റിൽ വെച്ചാലും പ്രോബ്ലം ഉണ്ടോ എക്സ്ട്രാ ക്ലാസ്സസ്? ഇല്ല മാം, എങ്ങനെയാലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അപ്പൊ വേണമെങ്കിൽ നമുക്ക് 8 o'clock നൈറ്റ് വെക്കാം. അങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ അങ്ങോട്ട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻസ്, ഇനിയിപ്പം ടീച്ചേഴ്സ് പ്രാക്ടിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്റെ തീർന്നിട്ടില്ലെങ്കിലും പാരലായിട്ട് പ്രാക്ടിക്കൽ സെഷൻ മോഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യും. മോഡ്യൂൾ 3 പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈനായിട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചിട്ടൊരു ഓഫ്ലൈൻ സെഷൻ ഉണ്ടാവും. പ്രാക്ടിക്കൽസിന്റെ മെറ്റീരിയൽ ഫെമിനറൈസേഷൻ പ്രാക്ടീസും ഒരു ഓൺലൈൻ സെഷൻ ഉണ്ടാകും. അപ്പോ ചിലപ്പോ ഒന്നുമില്ലെങ്കിൽ അതിനു മുമ്പ് മോഡൽ എക്സാം നടത്തും. അതായത് മോഡ്യൂൾ 1 കഴിയുമ്പോഴേ മോഡൽ എക്സാം അങ്ങ് നടക്കും. മോഡ്യൂൾ 3 നമുക്ക് എക്സാം ഇല്ലല്ലോ, പ്രാക്ടിക്കൽ അല്ലേ. മോഡൽ എക്സാം അങ്ങ് നടക്കും. ഇപ്പൊ MT4 അങ്ങനെയാണ്. അവരുടെ മോഡൽ എക്സാം കഴിഞ്ഞ് അവർ ഈ സാറ്റർഡേ പ്രാക്ടിക്കൽ സെഷന് വരുവോ, 3rd വരുന്നു, 5th അവരുടെ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ നാളെയാണ് അവരുടെ റിഫ്രഷിംഗ് സെഷൻ. ഫസ്റ്റ് യൂണിറ്റിന്റെ റിഫ്രഷിംഗ് നാളെയാണ്. മുമ്പ് പ്രാക്ടിക്കൽ സെക്ഷൻ കാണുമല്ലേ മിസ്സേ? ഏതാണ് പ്രാക്ടിക്കൽ സെക്ഷന് വരാനുള്ളത്? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാനുള്ളതാണോ? അത് ഓൺലൈൻ ആയിട്ട് കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ. കംപ്ലീറ്റ് ഓൺലൈൻ നിങ്ങളെ ഇൻഫോം ചെയ്തതാണ്. എനിക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോഴാണ് ക്ലാസ് കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞ മിസ്സിന് മെസ്സേജ് ഇട്ട ആളാണ്. മനസ്സിലായി. ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ ടൈമിലാണെങ്കിൽ എനിക്ക് വരാം. കാരണം കാറെങ്കിലും പിടിച്ച് വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മിക്കവാറും നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈനിൽ കഴിയുവാണെങ്കിൽ, ഓൺലൈൻ എനിക്ക് തോന്നുന്നു ഒരു 3-4 ക്ലാസ്സസ് കൊണ്ട് തീരുമായിരിക്കും. കാരണം എത്ര മിസ്സുമാരുണ്ട്? അപർണ മിസ്, ആതിര മിസ്, പിന്നെ ഞാനല്ലേ. അപർണ മിസ്സും ആതിര മിസ്സും ആയിരിക്കും മെറ്റീരിയൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡെമോ ചെയ്യുന്നത് ഓൺലൈനായിട്ട്. കാരണം ഞാൻ വീട്ടിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ കംപ്ലീറ്റ് കണ്ടന്റ് ഞാൻ പറഞ്ഞു തരും. മേബി 2-3 ക്ലാസ് കൊണ്ട് അതിന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞു തരും. ഇനി അഥവാ അതിനൊരു സമയം കിട്ടിയില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. അവര് പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുമ്പോൾ അവരത് കുറച്ചൊക്കെ പറയുമായിരിക്കും. ഞാൻ MT4 കണ്ടന്റ്സ് മുഴുവൻ ഞാൻ പറഞ്ഞു കൊടുത്ത് എന്തെല്ലാം നിങ്ങൾ ചെയ്യണം, എന്തെല്ലാം മനസ്സിലാക്കണം, ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ മാത്രം ഞാൻ ചെയ്യുള്ളൂ. കാരണം മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട്, അവൈലബിൾ ആയിരുന്നു മീൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കണ്ടേ. സെഷൻ വരുമ്പോൾ അത് വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോകണം. അത് ആ മെറ്റീരിയൽസ് നാശമാക്കും. അപ്പൊ ഞാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് അതൊരു സ്ഥലത്ത് തന്നെ വെച്ചാൽ മതി. അപ്പൊ അവരവിടെ പ്രാക്ടിക്കൽ സെഷൻ മെറ്റീരിയൽ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ കുറെ കണ്ടന്റ്സ് പറയേണ്ടതായിട്ടുണ്ട്. ഓരോ ഏരിയയും എങ്ങനെയാണ്, എങ്ങനെ അത് ഡിസൈൻ ചെയ്യണം, എങ്ങനെ അതിന്റെ മെറ്റീരിയൽസ് വെച്ച് നമ്മൾ ചെയ്യണം, കുട്ടികൾക്ക് അതിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കും, എന്തെല്ലാം ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ബ്രീഫിംഗ് ഞാൻ ചെയ്യും ക്ലാസ്സിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നേരിട്ട് വരുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി മെയ് ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കോ നടക്കുമായിരിക്കും. മെയ് ലാസ്റ്റ് വീക്ക് തന്നെ നമുക്ക് ചെയ്യാൻ നോക്കാം. വേറൊന്നും കൊണ്ടല്ല, ജൂൺ ഫസ്റ്റ് വീക്ക് എന്നൊക്കെ പറയുമ്പോഴേക്ക് സ്കൂൾ തുറക്കുന്നതിന്റെ തിരക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. സാറ്റർഡേയിലായിരിക്കും കേട്ടോ. കാരണം സാറ്റർഡേ നമ്മൾ പ്രിഫർ ചെയ്യുള്ളൂ. നമുക്ക് സാറ്റർഡേ മാറ്റാൻ പറ്റില്ല. വേറൊന്നുമല്ല, മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ക്ലാസ്സസ് ഉള്ള ദിവസമാണ്. അപ്പൊ ടീച്ചേഴ്സ് അത്രയും അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. സാറ്റർഡേ ആകുമ്പോൾ പ്രോബ്ലം ഇല്ല, ക്ലാസ് ഇല്ലാത്ത ദിവസം. സോ അങ്ങനെ നേരത്തെ അറിയിക്കും. 10 ദിവസം മുമ്പെങ്കിലും അറിയിക്കും. കാരണം ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് വരേണ്ടവരുണ്ടെങ്കിൽ
വെക്കേഷനും ആണല്ലോ, അപ്പൊ എത്രയും നേരത്തെ അറിയിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ അറിയിക്കും. ഓക്കെ മാം. പ്രാക്ടിക്കലിന് വരുന്നേക്കാൾ മുമ്പ് മോഡൽ എക്സാം ഉണ്ടാവോ? കഴിഞ്ഞ ബാച്ചുകൾക്കൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അല്ല, കഴിഞ്ഞ MT4 അങ്ങനെയാണ്. MT3 അതിന് ശേഷമായിരുന്നു മോഡൽ എക്സാം. എനിക്ക് ഏകദേശം ടൈം അറിയാനാ. ഡെലിവറി ടൈം May 10 അഡ്മിറ്റ് ആവും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, എന്താവും അറിയില്ല, ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിട്ടാ. ഞാൻ മിസ്സിനോട് പേഴ്സണലി പറഞ്ഞായിരുന്നു പിങ്കി ഒരു എക്സാമിന്റെ കാര്യം. ഡെലിവറി ടൈമിൽ വരുമോ സംശയം. എക്സാം നൈറ്റ് ആയിരിക്കോ അതോ എക്സാമിന്റെ ടൈം വരുന്നത് നൈറ്റ് ആയിരിക്കോ? നിങ്ങളുടെ ക്ലാസ് ടൈം തന്നെയാണ് എക്സാം കൊടുക്കാറ് എല്ലാ ബാച്ചിനും. നമ്മുടെ ഫസ്റ്റ് ബാച്ചുകൾക്ക് 8 മണി ആയതുകൊണ്ടാണ് അവർക്ക് 7 o'clock 8 o'clock ആ ഒരു രീതിയിൽ ടൈം കൊടുത്തത്. ക്ലാസ് ടൈം തന്നെയാണ് എക്സാമിന് പൊതുവെ കൊടുക്കുന്നത്. മെയ് ലാസ്റ്റിലേക്ക് എന്താ ആവുമായിരിക്കുമല്ലേ മോഡൽ എക്സാം വരിക? 10th ആവില്ലല്ലോ, 10th ഇടയിൽ വരില്ലല്ലോ, 10th വരില്ലല്ലോ, ലാസ്റ്റിലേക്ക് ആയിട്ടായിരിക്കും അല്ലെ? ഏപ്രിൽ എന്ന് കഴിഞ്ഞു, മെയ് തുടങ്ങല്ലേ. അപ്പൊ എന്തായാലും എനിക്ക് 4 ക്ലാസ് എങ്കിലും ഇല്ലാതെ പോർഷൻ തീരില്ല. പിന്നെ പ്രാക്ടിക്കൽ സെഷനും ചെയ്യണം. പിന്നെ കുറച്ച് ദിവസം സ്റ്റഡി ലീവ് ആയിട്ട് ഒരാഴ്ച തരും, സ്റ്റഡി ലീവ് തരും. മേ ബി 4 days to 1 week ആ ഒരു രീതിയിൽ. മോഡൽ എക്സാം ആയതുകൊണ്ട് 4 days ഒക്കെ ആയിരിക്കാം. അപ്പൊ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട, ഡെലിവറി കഴിയും. കാരണം എക്സാം എന്തായാലും പ്രാക്ടിക്കൽ സെഷന് ശേഷമേ വരുള്ളൂ. കാരണം മോഡൽ എക്സാം കഴിഞ്ഞ് 1 week കഴിയുമ്പോ തന്നെ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്തായാലും അത് മെയ് ലാസ്റ്റ് ഒക്കെ ആവും. ഓക്കെ മാം. മാം, പ്രാക്ടിക്കൽ സെഷന്റെ സമയത്ത് നമ്മൾ റെക്കോർഡും ചെയ്ത അസൈൻമെന്റ്സും മോണ്ടിസോറി മെറ്റീരിയൽസും എല്ലാം കയ്യിൽ വെക്കണോ? പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുമ്പോഴാണോ? അല്ല, ഓൺലൈൻ ആയിട്ട് ചെയ്യുമല്ലോ. ആ സമയത്തൊന്നും അങ്ങനെ വേണമെന്നില്ല. വൈവ ടൈമില് ഇതെല്ലാം യു ഹാവ് ടു കീപ് അസൈഡ് ഓൾ ദ തിങ്സ്. ഓടി നടന്ന് അന്വേഷിച്ച് നടക്കാൻ പറ്റില്ല, കാരണം ആദ്യം 10 minutes വൈവുള്ളൂ. ആ സമയത്ത് എല്ലാം നമ്മളുടെ അടുത്തുണ്ടായിരിക്കണം. കാരണം വൈവയ്ക്ക് വരുന്ന ട്രെയിനർക്ക് അതിലേക്ക് ബുദ്ധിമുട്ടാവും. ഓരോന്ന് ചോദിക്കുമ്പോൾ അത് കയ്യിലില്ലെങ്കിൽ വീട് മുഴുവൻ ഓടി നടക്കുന്ന 2-3 സീൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞ, അപ്പൊ ആ സമയത്ത് നിങ്ങൾ എല്ലാം റെഡിയായി അടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ മാം. മാം, വൈവ എപ്പോഴാ പറഞ്ഞിരുന്നത്? മോഡൽ എക്സാമിന്റെ മുന്നേ ആണോ പറഞ്ഞത്? മോഡൽ എക്സാമിന് ശേഷം, അതായത് പ്രാക്ടിക്കൽ സെഷൻ കഴിയാതെ വൈവ തുടങ്ങില്ല. പ്രാക്ടിക്കൽ സെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വന്നിട്ടുള്ളതും കഴിഞ്ഞിട്ടേ വൈവ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം അതിനെ റിലേറ്റ് ചെയ്തിട്ടാണല്ലോ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിനായിട്ട് മോണ്ടിസോറി മെറ്റീരിയൽസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് സ്പ്ലിറ്റപ്പ് തന്നിട്ടില്ലേ, സബ്ജക്ട്സിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽസിന്റെ സ്പ്ലിറ്റപ്പ് തന്നിട്ടില്ലേ? അപ്പൊ ആ ഓരോ ഡിവിഷൻ അനുസരിച്ച്, ഓരോന്നിനനുസരിച്ച് ഇപ്പോ സർവേ, അസൈൻമെന്റ്സ്, ടീച്ചിങ് മെറ്റീരിയൽസ്, അപ്പാരറ്റസ് എന്ന് പറയുന്നത് മോണ്ടിസോറി മെറ്റീരിയൽസ്, പിന്നെ ടീച്ചിങ് പ്രാക്ടീസ്, അങ്ങനെ ഓരോന്നിനെയും റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വൈവയുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ആ ഓരോ സെഷനെയും റിലേറ്റ് ചെയ്തത്. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തിട്ടില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ വേണ്ട. ഈവൻ ടീച്ചിങ് പ്രാക്ടീസ് പോയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ നിങ്ങൾക്ക് മാർക്ക് കൊടുക്കണം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വിർച്വലി ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അപ്പൊ ക്രിയേറ്റ് ചെയ്ത് തരും ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഇമാജിനേഷനിലൂടെ മുന്നിൽ നമ്മൾ ആ സ്കൂളിലാണ്, മുന്നിൽ ആ കുട്ടികളാണ്. സോ സംടൈംസ് പറയുന്നത് അവരെ നമ്പേഴ്സ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ ആൽഫബറ്റ്സ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള രീതിയിൽ പറയുമ്പോൾ കുട്ടികൾ ആ ഫ്രണ്ടിലുണ്ട് എന്നുള്ള ഇതില് അത് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചായിരിക്കും ടീച്ചിങ് പ്രാക്ടീസിന്റെ മാർക്ക്. എന്നിട്ട് പോകാത്തത് കൊണ്ട് മാർക്ക് കുറയും, അങ്ങനെയില്ല. ക്ലിയർ ആയോ? ആ സമയത്ത് പ്രോംപ്റ്റ് ആയിട്ട് അത് ചെയ്യാനായിട്ട് പറ്റണം. പലരും മടി പിടിച്ചു, അയ്യോ ഞാൻ എങ്ങനെയാ, ടെൻഷൻ ആവണു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് ഇതുപോലെ കാണിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ അത് നമ്മൾ വളരെ, കാരണം ഇന്റർവ്യൂവിന് പോകുമ്പോ അങ്ങനെയാ, ഡെമോ ക്ലാസ് എടുക്കാൻ പറയുമ്പോഴേക്കും അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അവിടെ അപ്പൊ അലേർട്ട് ആയിരിക്കണം, പ്രോംപ്റ്റ് ആയിരിക്കണം, പറയുന്നതേ വിത്തിൻ നോ ടൈം ഒന്ന് പ്രസന്റ് ചെയ്യുക. ആ ഒരു പ്രസന്റേഷൻ സ്കിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഡെമോ ക്ലാസ് ചോദിക്കുന്നത്. കൊച്ചു കുട്ടികളുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും വലിയൊരു ആളുകളുടെ ക്രൗഡിന് ക്ലാസ് എടുക്കുന്നതും വളരെ എൻറ്റയർലി ഡിഫറെന്റ് ആണല്ലോ. മിസ്സേ, നമുക്ക് 5th റെക്കോർഡിന് അയച്ചു തന്നായിരുന്നു. അത് ഈ കൂട്ടക്ഷരായതിന്റെ ചില അക്ഷരങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. മാം, അത് ഞങ്ങളുടെ
ചെയ്ത് എഴുതിയാൽ മതി മിസ്സേ. മനസ്സിലാവണവര് അങ്ങനെ എഴുതിക്കോട്ടെ, അല്ലാത്തവര് അതന്നെ എഴുതണമെന്നുണ്ടോ? ഞങ്ങൾക്ക് എന്നാ മനസ്സിലായിട്ട് അത് എഴുതിയാ പോരെ? അത് മതി. നിങ്ങൾക്ക് ആ മെറ്റീരിയൽസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുവർ ഓൺ വേയിൽ എഴുതാം. അത് എന്താന്ന് വെച്ചാൽ എന്റെ റെക്കോർഡ് കൂട്ടക്ഷരമല്ല, പക്ഷെ ഞാൻ ഒരു 2017 എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര വേർഡ് പവറും ഗ്രാമറും ലാംഗ്വേജും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുമല്ല ഞങ്ങൾക്ക് ക്ലാസ്സിൽ മാം ഇങ്ങനെ പറഞ്ഞു തരും, ഞങ്ങൾ കേട്ടെഴുതുമായിരുന്നു. അപ്പൊ പലപ്പോഴും കേൾക്കുന്നതിന്റെ പ്രശ്നമൊക്കെ വെച്ചിട്ട് എനിക്ക് കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിറയെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് വേറൊരു ബാച്ചിന് കൊടുത്ത് അവരെ അത് കറക്റ്റ് ചെയ്യിച്ച് എഴുതിയൊരു കുട്ടിയുടെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. എന്റെ ഷെയർ ചെയ്യാത്തതിന്റെ കാരണം അതിൽ ഫുൾ ഓഫ് മിസ്റ്റേക്ക്, അതുകൊണ്ടാണ് അത് ഷെയർ ചെയ്യാതിരുന്നത്. ഡീറ്റെയിൽസ് ഒന്നുമില്ല, എഴുതിയേക്കുന്ന മാത്രമേ ഉള്ളൂ. ആ പിക്ചേഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് തരാം, പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുത്ത് തരാം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള മെറ്റീരിയൽസിന്റെ ഡയറക്റ്റ് ഫോട്ടോയും എടുത്തിട്ടുണ്ട്, അല്ലാത്തതൊക്കെ ഡൗൺലോഡ് ചെയ്ത് തരാം. റിലവന്റ് ആവുന്നെന്ന് തോന്നുന്നത് ഒട്ടിക്കുക. കാരണം പിക്ചേഴ്സ് ഒട്ടിക്കുന്നതിന്റെ ഒരു മെയിൻ ഉദ്ദേശം പിന്നീട് നോക്കുമ്പോൾ അത് എങ്ങനെ ഇരിക്കുന്നതെന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വരരുത്, അത്രയേ ഉള്ളൂ. അത് ക്ലാസ് റൂമിൽ ഇടുക മാം? ആ ക്ലാസ് റൂമിൽ ഇടാം. അപ്പൊ അതിൽ എഴുതിയതൊക്കെ കുറച്ച് നോക്കാം, അതെല്ലാം മനസ്സിലാവാത്ത ഭാഗമൊക്കെ ഗൂഗിളിൽ ഞങ്ങൾ തന്നെ സെർച്ച് ചെയ്തിട്ട് എഴുതിയാ പോരെ? മതി മതി, കുറേ കാര്യങ്ങൾ എഴുതി വെക്കേണ്ട. കാരണം എന്താന്ന് വെച്ചാലേ നമ്മുടെ മോഡ്യൂൾ 3 കുറേ ഉണ്ട് അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ്, ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ ആ സെയിം കുറെ കണ്ടന്റ് നമ്മൾ റെക്കോർഡിൽ വെറുതെ കോപ്പി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ജസ്റ്റ് അതിന്റെ വേണ്ടി വരുന്ന ഫോക്കസിങ്, അതിനെ ഫോക്കസ് ചെയ്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, അത് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടും അതിലൂടെ കുട്ടികൾക്ക് എന്താണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്, അത്രയും കാര്യങ്ങളാണ് ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മൾ എഴുതേണ്ടത്. കൺട്രോൾ ഓഫ് എറർ എങ്ങനെയാണ് ആ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട്, ഈ 3 ഏരിയയിലുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൽ നിന്നും കുട്ടികൾക്ക് എന്ത് ഡെവലപ്മെന്റ് ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്, അതിന്റെ കൺട്രോൾ ഓഫ് എറർ എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങൾ അതിനെ കുറിച്ച് എഴുതിയാൽ മതി. ബാക്കി കൂടുതൽ ഒന്നും മോഡ്യൂൾ 3 എക്സാം ഒന്നുമില്ല, അത് നിങ്ങളുടെ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ മോഡ്യൂൾ 3. അതിൽ കംപ്ലീറ്റ് PDF ഉണ്ടോ? മോഡ്യൂൾ 3 കിട്ടിയിട്ടില്ല. ഇല്ല മാം, കിട്ടിയിട്ടില്ല. PDF വന്നിട്ടുണ്ട്. പക്ഷെ ടെക്സ്റ്റ് തന്നെ ആയിപ്പോയി. മൊഡ്യൂൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ല. ആണോ? ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മള് പ്രിപ്പയർഡ് എൻവയോൺമെന്റിലല്ലേ ഇപ്പോഴും? അതെ മിസ്സേ. പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതായത് മോണ്ടിസോറി മെത്തേഡ് ഞാൻ കഴിഞ്ഞു, ഞാൻ ജോബ് ചെയ്യാൻ റെഡിയായി, അങ്ങനെ ഒരു രീതിയിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇതിന്റെ അതായത് നമ്മൾ കുട്ടികൾക്ക് മെറ്റീരിയൽസ് വെച്ചിട്ട് ഫണ്ടമെന്റൽ ലെസൺസ് കൊടുക്കും, അതായത് ഡെമോ കൊടുക്കും അല്ലെ. ആദ്യം ഒരു ഡെമോ കൊടുക്കും, പിന്നെയാണ് കുട്ടി തന്നെ ആ ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നത്. ഈ ഡെമോ കൊടുക്കുമ്പോൾ അതായത് മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ ഫണ്ടമെന്റൽ ലെസൺസ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 3 ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. അതായത് നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. കുറേ കഥ പറഞ്ഞു കൊടുക്കരുത്, കുട്ടികളെ ശ്രദ്ധിക്കില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് ബ്രീഫ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഒബ്ജക്ടിവിറ്റി, എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വേണം പറയാൻ. ഇത് തന്നെയായിരിക്കണം മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ. കുറേ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, അവര് ശ്രദ്ധിക്കില്ല. ആ സിമ്പിൾ ആയിട്ട് ബ്രീഫ് ആയിട്ട് കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് പറയുമ്പോൾ മാത്രമാണ് അതിനൊരു എഫക്റ്റീവ് ഉണ്ടാവുള്ളൂ. അത് ഈ ഒരു മെത്തേഡ് നമുക്ക് ത്രൂ ഔട്ട് അവർ ലൈഫിൽ നമ്മൾക്ക് പിന്നീട് അത് റിഫ്ലക്ട് ചെയ്യും. നമ്മളും പിന്നെ അങ്ങനെയാവും. സിമ്പിൾ കാര്യങ്ങൾ, അതായത് ഏറ്റവും കുറച്ച് കാര്യങ്ങൾ പറയുക, കേൾക്കുക, കേൾക്കുന്നവനെ പറയാനുള്ള യോഗ്യതയുള്ളൂ. എവിടെ വരെയായിരുന്നു? ബേസിക് റൂൾസ്. മിസ്സേ 4 പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ് തുടങ്ങിയ ബേസിക് റൂൾസ് ഇൻ ദ യൂസ് ഓഫ് മോണ്ടിസോറി മെറ്റീരിയൽസ്. മോണ്ടിസോറി മെറ്റീരിയൽ. ബേസിക് റൂൾസ് പറഞ്ഞു കഴിഞ്ഞു എന്നാണോ പറഞ്ഞത്? അല്ല, അതിന് 4 അത് points പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് ദ ഫണ്ടമെന്റൽ ലെസൺ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് ഏതാണ്ടൊക്കെ പോയിന്റ്സ് പറഞ്ഞായിരുന്നു. ഫണ്ടമെന്റൽ ലെസണിനെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. ബ്രിവിറ്റി, അതിലെ സിംപ്ലിസിറ്റി. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട് ബ്രിവിറ്റി, സിംപ്ലിസിറ്റി, ഒബ്ജക്ടിവിറ്റി പറഞ്ഞായിരുന്നു മിസ്. ആ ഒരു ഡോട്ട് ഇട്ടിട്ടുള്ള പോയിന്റ്സുകൾ. അതിലൊരു 3 പോയിന്റ്സ് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 4ാമത്തെ പോയിന്റ് മുതലാണ് പറയാനുള്ളത് മിസ്സേ. ബൈ യൂസിങ് എ ഫ്യൂ വേർഡ്സ് ഇല്ലേ അവിടുന്ന്. യെസ്. നമ്മൾ ബ്രിവിറ്റി, സിംപ്ലിസിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി അത് പറഞ്ഞാണ് നിർത്തിയത്. അപ്പൊ അത് മോണ്ടിസോറി മെറ്റീരിയലിന്റെ ഫണ്ടമെന്റൽ ലെസൺസ് ആണെങ്കിലും മോണ്ടിസോറി മെത്തേഡിൽ ത്രൂ ഔട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ആ 2 പോയിന്റ്സ് പറഞ്ഞില്ലല്ലോ. ബൈ യൂസിങ് എ ഫ്യൂ വേർഡ്സ്, അത് കുട്ടിയുടെ മുന്നിൽ ടീച്ചർ മെറ്റീരിയൽ പ്രസന്റ് ചെയ്യേണ്ടത് ആ ഫ്യൂ വേർഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. എന്നിട്ട് കുട്ടിയെ പിന്നെ അങ്ങ് ലീവ് ചെയ്യാണ് കുട്ടിയെ, എന്നിട്ട് ഒബ്സർവ് ചെയ്യുക. അതാണ് ടീച്ചർ ചെയ്യുന്നത്. ടീച്ചർ അല്ല, ഫെസിലിറ്റേറ്റർ ചെയ്യുന്നത്. പ്രസന്റ് ചെയ്യുന്നു, കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യുന്നു ആ മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ ഫസ്റ്റ് ടൈം കുട്ടി ആ മെറ്റീരിയൽ യൂസ് ചെയ്യാണ്. അപ്പോൾ ഈ ഫെസിലിറ്റേറ്റർ അവന്റെ ആക്ഷൻസ് ഒബ്സർവ് ചെയ്യണം. അവനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഒബ്സർവ് ചെയ്യണം. അവന്റെ ലിബർട്ടി ഇംപീഡ് ചെയ്യരുത്. അത് ലിബർട്ടി, ആ ഒരു ഫ്രീഡത്തിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കാൻ വളരെയധികം കെയർ ടീച്ചർ എടുക്കണം എന്നാണ് പറയുന്നത്. ഒബ്സർവ് ഹിസ് ആക്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് ഉണ്ട്, അതാരാ വായിക്കാം? ഫണ്ടമെന്റൽ ലെസൺസിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. അതുപോലെ തന്നെയാണ് നമ്മളൊരു കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കരുത്. വളരെ സിമ്പിൾ ആയിട്ട്. ഈവൻ ഞങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ റീഡ് ചെയ്യിക്കുന്നത് നമുക്ക് ഒരു തമ്മിലൊരു ഇന്ററാക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ റീഡ് ചെയ്യിക്കുന്നത്. ബട്ട് വേണമെങ്കിൽ ഒരു ലെസൺ ഒറ്റ ദിവസം കൊണ്ട് ചുമ്മാ അതിലെ കണ്ടന്റ് അങ്ങ് പറഞ്ഞ് ബ്രീഫ് ചെയ്യാം. ബട്ട് അങ്ങനെയല്ല. പ്രത്യേകിച്ച് മോണ്ടിസോറി കോർ സബ്ജക്ട് വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ തീരാതെ ഇങ്ങനെ വൈഡാണല്ലോ തീരാതിരിക്കുന്നത്. നമുക്കൊരു PDF മാത്രം ഫോക്കസ് ചെയ്ത് പറയാനുള്ള ടോപ്പിക് അല്ല, അല്ലെങ്കിൽ ഒരു ബുക്കിനെ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് പറയാനുള്ള ടോപ്പിക് അല്ല. സംടൈംസ് ഐ ക്യാൻ റിലേറ്റ് ടു മെനി തിങ്സ്. നിങ്ങൾക്കും ഉണ്ടാവും കുറെ എക്സ്പീരിയൻസുകൾ. നിങ്ങൾക്കും ലൈഫിലും ഉണ്ടാവും, പ്രൊഫഷണൽ ലൈഫിലും ഉണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുമായിട്ട് നമുക്ക് പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫൈൻ. സോ ഈ ഒരു പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം. Okay, Miss, ഞാൻ read ചെയ്യാം. The teacher should observe whether the child is interested in the object, how he is interested in it, or how long, etc. Even noticing the expression of his face. And she must take great care not to offend the principles of liberty. For if she provokes the child to make unnatural efforts, she will no longer know the spontaneous activity of the child. If, therefore, the lesson rigorously prepared in brevity, simplicity, and truth is not understood by the child, is not accepted by him as an explanation of the object, the teacher must be one of 2 things. First, not to insist by repeating the lesson, and second, not to make the child feel that he has made a mistake or that he is not understood, because in doing so she will cause him to make an effort to understand and will thus alter the natural state which must be used by her in making her psychological observation. ഓക്കെ, നമ്മൾ പറഞ്ഞു ടീച്ചർ പ്രസന്റ് ചെയ്ത് കാണിക്കുന്നു, കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യുന്നു, എന്നിട്ട് കുട്ടിയുടെ ആക്ഷൻസ് ഒബ്സർവ് ചെയ്യുന്നു. ബട്ട് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ഹിം. അവന്റെ ഫ്രീഡത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ആ ഒബ്സർവേഷൻ നടക്കരുത്. ഇവൻ കുട്ടി അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അവനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് അറിയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
അവന്റെ ഫേസിലെ ഫേഷ്യൽ എക്സ്പ്രഷൻ തുടങ്ങി എല്ലാം വാച്ച് ചെയ്യാം. എല്ലാ കാര്യങ്ങളും, അവന്റെ കൈയുടെ മൂവ്മെന്റ്സ്, പിന്നെ എത്ര ടൈം എടുക്കുന്നു, എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തു, ഫസ്റ്റ് ചാൻസിൽ തന്നെ അത് കംപ്ലീറ്റ് ആയോ, ഫിനിഷ് ചെയ്തു, അച്ചീവ് ചെയ്തതിനു ശേഷം വീണ്ടും എത്ര തവണ റിപ്പീറ്റ് ചെയ്തു. ഈ ഫസ്റ്റ് ചാൻസിൽ ഒരു ശരിയായില്ല, അപ്പം കൺട്രോൾ ഓഫ് എറർ അവൻ അതെങ്ങനെ മനസ്സിലാക്കി, ഇങ്ങനെയുള്ള കുറെ, അതാണ് കുട്ടിയുടെ ഒരു പ്രോഗ്രസ് അവൻ അത് മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ എക്സാം നടത്തിയിട്ട് അങ്ങനെയൊന്നുമല്ല ഒരു കുട്ടിയുടെ പ്രോഗ്രസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ശരിക്കും നല്ല പണിയെടുക്കണം ഈ ഫെസിലിറ്റേറ്റർ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോൺസെൻട്രേഷനോട് കൂടി വേണം ഒബ്സർവ് ചെയ്യാൻ. അപ്പൊ കുട്ടി ഇത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇവനെ തടസ്സപ്പെടുത്താതിരിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ടായിരിക്കും അവൻ ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ശരിയല്ലാത്ത രീതിയിലുള്ള ഒരു ഇന്റർവെൻഷൻ നടക്കുമ്പോൾ ആ നാച്ചുറൽ എന്നുള്ളത് അൺനാച്ചുറൽ വേയിലേക്ക് മാറാനായിട്ട് പോകും. അപ്പൊ അത്രയും എഫേർട്ട് എടുത്തതിന്റെ റിസൾട്ട് കിട്ടില്ല. ഓക്കെ, കുട്ടി അത് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല. പെട്ടെന്നൊരു പിങ്ക് ടവർ വെക്കുകയാണ് അല്ലെ, നമുക്ക് പിങ്ക് ടവർ എന്താണെന്ന് അറിയാലോ. പിങ്ക് ടവറിൽ 10 ക്യൂബ്സ് ഉണ്ട്, ഏറ്റവും വലുത് തുടങ്ങിയിട്ട് ഏറ്റവും ചെറുത് വരെയുണ്ട്. 10 സെന്റിമീറ്റർ ആണ് ഉള്ള ഡയമെൻഷനുള്ള ക്യൂബാണ് ഏറ്റവും വലുത്, 1 സെന്റിമീറ്റർ വരുന്നതാണ് ഏറ്റവും ചെറുത്, ഇൻ ബിറ്റ്വീൻ അങ്ങനെ വരും 10 to 1 എന്നുള്ള രീതിയിൽ. അപ്പൊ പ്ലേസ് ചെയ്യേണ്ടത് ഏറ്റവും വലുത് താഴെയാണെന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്ത് പോകണം. പക്ഷെ കുട്ടി ഏതെങ്കിലും ഒരു ലെവലിൽ എത്തുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ മുഴുവൻ വെച്ച് പോകുമ്പോൾ ഒരുപക്ഷെ ബാലൻസ്ഡ് ആയിട്ട് അത് മറിഞ്ഞു വീഴാം, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് ടീച്ചർ ഡെമോ ചെയ്ത പോലെ ആവില്ല. അപ്പൊ അവനത് ഒബ്സർവ് ചെയ്യും, എന്താ അവിടെ പ്രോബ്ലം വന്നേന്നുള്ള രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ ഇതൊന്നും പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് വീണ്ടും ചെയ്യാൻ പോകും. അപ്പൊ നമ്മള് ഇവൻ ശരിയല്ലാത്ത രീതിയിൽ വെച്ചു, ലെവൽ ഒന്നും തെറ്റിയത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിന്റെ കൺട്രോൾ ഓഫ് എറർ എങ്ങനെ ശരിയാക്കുന്നു എന്നോ അവന്റെ സ്പോണ്ടേനിയസ് ആക്ടിവിറ്റി എങ്ങനെയായിരുന്നു പെട്ടെന്ന് അവൻ അതിനെപ്പറ്റി മനസ്സിലാക്കി ചെയ്യുന്നു, അതൊന്നും മനസ്സിലാകാതെ പോകുന്നു നമ്മളുടെ ഇന്റർവെൻഷൻ ആ ഒരു റോങ് ടൈമിൽ നടക്കുവാണെങ്കിൽ. ഇതാണ് അപ്പൊ റിപ്പീറ്റ് ചെയ്താണ് ഇവരിത് നല്ല പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നല്ലേ, ആ ഒരു രീതിയിൽ ഓരോ കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് കുട്ടിക്ക് അത് മനസ്സിലാകുന്നത്. അപ്പൊ നമ്മൾ ചെന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കുട്ടിക്ക് ഫീൽ ചെയ്യും, ഓ ഐ ഹാഡ് ഡൺ സംതിങ് റോങ്, എന്തോ മിസ്റ്റേക്ക് പറ്റി, ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ള ഫീല് അവന് തോന്നും. ഒരാൾ ഇടപെട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെയ്യുമ്പോഴേക്കും. സോ അത് അവന്റെ കോൺഫിഡൻസ് ലെവൽ, സെൽഫ് എസ്റ്റീം അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത്. പക്ഷെ ഇവൻ തന്നെ ചെയ്യുമ്പോൾ ഓ എന്തോ പറ്റി, സോ ഐ ഹാവ് ടു കറക്റ്റ് ഇറ്റ്, ആ ഒരു കോൺഫിഡൻസ് അവനിൽ വരും. അവൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യും. ഇനി ഒരു പോയിന്റിൽ എത്തുമ്പോൾ അവന് മനസ്സിലാവുകയാണ് നീഡ് സപ്പോർട്ട്. ആ സമയത്ത് മേ ബി അവന്റെ ഒരു എക്സ്പ്രഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അവൻ വിളിക്കും നമ്മളെ, ആ സമയത്ത് മാത്രം നമ്മൾ ഇന്റർവ്യൂ ചെയ്യാം. ഇതെല്ലാം ഒരു ഫെസിലിറ്റേറ്ററിന്റെ സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, എപ്പോഴാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നുള്ളത് കറക്റ്റ് അവർക്ക് മനസ്സിലാകിയാൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോപ്പറായി നടക്കുള്ളൂ. ഓക്കെ, ഇനി അത് പല പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ടീച്ചർ ഒബ്സർവ് ചെയ്തൊരു 3 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ആരെങ്കിലും വായിക്കാൻ പറ്റും? 3 ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ട്. Yeah, ma'am. The teacher observes the child when he is using the material. If his response indicates that the teacher has misread her moment of introduction, the teacher should suggest they put the material away and use it on another way. If his response is positive, the teacher will continue to observe the child. The teacher should be given a lot of opportunities to work with the material already conferred. Knowing how to use the material is only the beginning of its convenience to the child. It is in the repetition of its use that real growth of child and development of his psychic nature take place. After a period of constant use of an exercise in its originally understood form, yet another phenomenon appears. The child will begin to create new ways in which use the material, often linking several different. Next page കൂടി ഉണ്ട് മാം. ആ പോയിന്റ് തീരണമെങ്കിൽ അങ്ങനെ exercise that are interrelated or comparing the material to related object in his environment. It is the child's inner development linked with the creative possibilities hidden within the design of the material that makes this burst of creativity possible. After the teacher is confident that the concept has been enriched in the child's mind through his use of material, she used the 3-period lesson
to give the concept of language. When teaching the concept of color, a teacher will adopt a 3-period lesson. Thank you, ma'am. ഓക്കെ, നമ്മള് ആ വലിയൊരു പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം തന്നെ അതൊരു പോയിന്റ് വൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ടീച്ചർ ഒബ്സർവ് ചെയ്യുന്നു കുട്ടികൾ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ, ടീച്ചർ അല്ല ഫെസിലിറ്റേറ്റർ. റെസ്പോൺസ്, കുട്ടിയുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അവന്റെ എക്സ്പ്രഷൻ, അവന്റെ ബോഡി ലാംഗ്വേജ് എല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ കുട്ടി എത്രത്തോളം ശ്രദ്ധിക്കുന്നു. ഒരു പക്ഷെ ഡെമോ കൊടുത്തു എന്നാലും ചില കുട്ടികൾ അത് അങ്ങനെയേ നല്ലതുപോലെ ആദ്യത്തെ ഒരു ട്രയൽ തന്നെ കറക്റ്റ് ശരിയായിട്ട് വരുമായിരിക്കും. ചില കുട്ടികൾ പക്ഷെ പെട്ടെന്ന് ആ ഒരു മൈൻഡ് അങ്ങ് ഇതായി പോവും, അവർക്ക് ചിലപ്പോൾ ശരിയാവണമെന്നില്ല, അല്ലെ? അപ്പൊ അങ്ങനെ അങ്ങനെ വരുമ്പോഴേക്കും ഈ റെസ്പോൺസ് കുട്ടിയോട് പറയാണ് നമുക്കൊരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് ഡേ മെറ്റീരിയൽ ചെയ്യാം, നമുക്ക് വേറെ ഏതെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് അവൻ പോസിറ്റീവായി എടുക്കുവാണെങ്കിൽ ഓക്കെയാണ്. ഓക്കെ നമുക്ക് വേറെ ചെയ്യാം, ആ ഒരു രീതിയിൽ അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ പല രീതിയിൽ നമുക്ക് കുട്ടികളിൽ ഇന്റർവെൻഷൻ നടത്താം. ഇപ്പൊ ചെയ്തു തുടങ്ങുന്നു, ഇപ്പൊ ഒരു അഡീഷന്റെ കാര്യമാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്, പക്ഷെ അവന് നമ്പേഴ്സ് വീണ്ടും കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഫെസിലിറ്റേറ്റർക്ക് മനസ്സിലായി നമ്പർ ഒന്നുകൂടെ അവന് ഫെമിലറൈസ് ചെയ്യണം. അപ്പൊ അഡീഷൻ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ, കാരണം നമ്പറിന്റെ കൺഫ്യൂഷൻ നല്ലപോലെയുണ്ട്. 6 9 മാറിപ്പോവോ, അല്ലെങ്കിൽ 4 എന്ന് പറയുമ്പോൾ 5 എടുത്തു വെക്കോ, അങ്ങനെയുള്ള രീതിയിലുള്ള കൺഫ്യൂഷൻ അവനിലുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ കൗണ്ടിങ്ങും നമ്പർ ഫെമിലറൈസേഷനും ആ ഒരു ആക്ടിവിറ്റി നല്ല തറവായതിനു ശേഷം വേണം അവന് അഡീഷൻ കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ അതുപോലുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻ കൊടുക്കാനുള്ളതെന്നുള്ളത് ഫെസിലിറ്റേറ്റർക്ക് മനസ്സിലാവും. ആ സമയത്ത് ഇന്റർവ്യൂ ചെയ്യാം, ആ സമയത്ത് പറയാം നമുക്കത് വേറൊരു ദിവസം ചെയ്യാം, നമുക്ക് ഇന്ന് വേറെ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ഭയങ്കര സൂത്രം ചെയ്യുമ്പോഴേക്കും കുട്ടിയുടെ റെസ്പോൺസ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാം. അങ്ങനെ അവന് കുറച്ചുകൂടെ അതിന്റെ താഴെയുള്ള ബേസ് ആയിട്ടുള്ള ആക്ടിവിറ്റി കൊടുക്കുക, അവരെ വീണ്ടും ഒബ്സർവ് ചെയ്യുക. പിന്നെ കുട്ടിക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, അല്ലാതെ ടൈം ലിമിറ്റഡ് ആയിട്ട് കൊടുക്കരുത്. ഇത്രയും മതി, ഇങ്ങനെ ചെയ്താൽ മതി, ഇപ്പൊ ഇത്ര മതി, അല്ലെങ്കിൽ ഇനി വേറൊരു ആക്ടിവിറ്റി വായിക്കുക, അല്ലെങ്കിൽ റീഡ് ചെയ്യുക, എഴുതുക, അങ്ങനെ പറയരുത്. അവർക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ, അവർക്ക് താല്പര്യമുള്ള ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. പിന്നെ മെറ്റീരിയൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഡെമോയ്ക്ക് ശേഷം മാത്രമാണ് നമ്മൾ കുട്ടിക്ക് അത് ഒറ്റയ്ക്കായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളിപ്പോ പ്രാക്ടിക്കൽ സെഷന് വരുമ്പോഴും നിങ്ങളും 3 to 6 years ആ ഒരു ഏജിലുള്ള കുട്ടികളെ പോലെ ആയിരിക്കണം ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ അഡൽട്ട് ആണ്, വി നോ എവരിത്തിങ് എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ചെയ്യാൻ നമ്മളൊരു ഡെമോ തരും. അതിനുശേഷം നിങ്ങൾ തന്നെ ഓരോരുത്തരായിട്ട് ചെയ്യണം, അതാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കൺട്രോൾ ഓഫ് എറർ എന്താണെന്നും, ഒരു കുട്ടി ചെയ്യുമ്പോൾ എന്തൊക്കെ അവൻ അതും ആ മെറ്റീരിയലായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കും, അങ്ങനെയെല്ലാം അതിനകത്ത് വരും. പലപ്പോഴും സെൻസറി മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ കണ്ണടച്ച് ചെയ്യേണ്ടതുണ്ട്, ടച്ച് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അത് നമ്മളുടെ ഇന്നർ ചൈൽഡാണ് അവിടെ അപ്പോൾ ശരിക്കും വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾ ഓർക്കും, ഞാൻ ഇത്ര വലുതായി കുഞ്ഞുങ്ങൾ കളിക്കുന്ന പോലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യും, പക്ഷെ അവിടെ വൺസ് യു സ്റ്റാർട്ട് ഡൂയിങ് വിത്ത് ദിസ് മെറ്റീരിയൽ നമ്മളെല്ലാവരും ആ ഒരു ഇതിലേക്ക് അങ്ങ് മാറും. അപ്പൊ അഡൽട്ടെന്നുള്ള ആ ഒരു ഫീലിംഗ് മാറ്റി വെച്ചിട്ട് കുട്ടി എങ്ങനെ അതിനെ എടുക്കുന്നു എന്നുള്ളത് ചെല്ലുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ തന്നെ നമ്മൾ ആ വെയിലാവും, ആ ഒരു രീതിയിലായി പോകും. അതാണ് ആ മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ, ഈ രീതിയിൽ നമ്മൾ ഇന്റർവെൻഷൻ ചെയ്യുവാണെങ്കിൽ കുട്ടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്ത് ഡെവലപ്മെന്റിന് അത് ഹെൽപ്പ് ചെയ്യും. അവന്റെ മെന്റൽ ഡെവലപ്മെന്റും എല്ലാം, അവന്റെ കൈയുടെ മൂവ്മെന്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കും. ഈ എക്സസൈസ് ഇങ്ങനെ റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അവൻ പുതിയ അവന്റെ ക്രിയേറ്റിവിറ്റി കൂടി. അതായത് ഒരു ടോയ് കൊടുക്കുമ്പോൾ, നമുക്കിപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ ടോയുടെ ശരിക്കുള്ള ഉദ്ദേശം എങ്ങനെയാണ്, ഇപ്പൊ ഓടിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്ന ടൈപ്പോ എന്ത് ടൈപ്പ് ടോയ് ആണെങ്കിലും അതിന്റെ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് മാറിയിട്ട് ഇവർ ക്രിയേറ്റീവ് ആയിട്ട് പലതും ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെയാണ് മോണ്ടിസോറി മെറ്റീരിയൽസിൽ
അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് മാറി ഒരു ക്രിയേറ്റീവ് ആയിട്ട് പലതും ചെയ്യും. ഇപ്പൊ പിങ്ക് ടവർ കൊടുക്കുമ്പോൾ നമുക്കറിയാം 10 തുടങ്ങിയിട്ട് 1 വരെയും ആ 10 വെക്കുമ്പോൾ അതൊരു ടവറിന്റെ ഷേപ്പ് ആവുന്നു. അവർ ചെയ്യണമെങ്കിൽ അത് കിടത്തി വെച്ചിട്ട് ചെയ്യും, ഒരു ട്രെയിൻ പോലെ ചെയ്യാം അല്ലെ. അതിന്റെ അനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക, അങ്ങനെ പല ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. അങ്ങനെ ക്രിയേറ്റിവിറ്റി കൂടുന്നു, അവരുടെ ഇമാജിനേഷൻ കൂടുന്നു, എല്ലാം അതിനനുസരിച്ചാണ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ കുട്ടിയുടെ ഇന്നർ ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യുവാണ്, അല്ല ഹിഡൻ ആയിട്ടുള്ള പല പൊട്ടൻഷ്യൽസും പുറത്തേക്ക് വരുന്നു. ക്രിയേറ്റിവിറ്റി ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരിക എന്ന് ബസ്റ്റ് ഔട്ട് ആവുന്ന പോലെയാണ് ശരിക്കും നടക്കുന്നത്. അതേസമയം നമ്മൾ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ലെങ്കിൽ ഒട്ടും ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് പോവില്ല. ഇങ്ങനെ വൺസ് മെറ്റീരിയൽസ് ഒക്കെ കൊടുത്ത് കുട്ടികൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഫെസിലിറ്റേറ്റർക്ക് മനസ്സിലാകും ഇനി അവരെ ഓരോ മെറ്റീരിയൽ യൂസ് ചെയ്ത് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് ഫോം ചെയ്യുന്ന രീതിയിലും, അതായത് ഇപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും അതിന്റെ ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബോണസ് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഇരുന്ന് കളിക്കുമ്പോഴാണെങ്കിലും അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും അല്ലെ കളിക്കുന്നത്, അല്ലെങ്കിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെന്ന് അവരോട് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ മെയിൻ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആ ടോയ് വെച്ചിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കാം, പക്ഷെ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന എന്താ, ലാംഗ്വേജ് ആണ്. ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ലാംഗ്വേജ് ഡെവലപ്മെന്റ് അതിന്റെ ഒരു ബോണസ് ആയിട്ട് വരുവാണ്. അപ്പൊ അതാണ് ഇവിടെ 3 പീരീഡ് ആയിട്ട് ഒരു കളറിന്റെ കൺസെപ്റ്റ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മള് കളർ ഇങ്ങനെ ചെറിയൊരു എന്താ പറയാ കാർഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് കളർ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ തന്നെയും നമ്മളും കുട്ടിയായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ദിസ് ഇസ് ബ്ലൂ എന്നോ അല്ലെങ്കിൽ ദിസ് ഇസ് റെഡ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവന്റെ ബ്രെയിനിലേക്ക് അങ്ങ് ഫീഡ് ചെയ്യുക. സോ നമ്മൾ വൺസ് ഈ ബോർഡ് എടുത്ത് കാണിക്കുമ്പോൾ അവൻ അത് പറയും, അത് റിപ്പീറ്റ് ചെയ്യും, ദിസ് ഈസ് ബ്ലൂ അല്ലെങ്കിൽ ദിസ് ഈസ് റെഡ്, അങ്ങനെയുള്ള രീതിയിൽ പറയും. അവിടെ ലാംഗ്വേജ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു മീനിങ് ഫുൾ സെന്റൻസ് എന്നുള്ള രീതിയിൽ ആ കുട്ടി സംസാരിക്കാനുള്ളതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ നടക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് എന്നുള്ള രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 3 പീരീഡും ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം. ഞാൻ വായിക്കാം. First period, giving the child language of the concept. The teacher places a blue table in front of the child and say, "This is blue." She removes the blue tablet and places a red tablet in front of the child and say, "This is red." Second period, to test if the name of the object concept is associated in the child's mind. The teacher places both the tablets in front of the child and asks, which is the red one, followed by which is the blue one. The teacher moves into the next stage should the child succeed in the association. Third period, the child naming the concept. The teacher places one of the tablets in front of the child and asks, what is this? If the child is able to name the concept, she replaces it with the other tablets and asks the some question. Thank you, Miss. ഓക്കെ, ഇപ്പൊ വായിച്ച് കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകണം ഇത് സെയിം ആക്ടിവിറ്റി നമുക്കും പല രീതിയിലും ചെയ്യിക്കാം. അപ്പോൾ നമുക്ക് കളർ ടാബ്ലറ്റ്സ് ഉണ്ട്, കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കളർ ടാബ്ലറ്റ്സ് ഉണ്ട്. അവർ നിങ്ങളോട് കളർ ബോക്സസ് പോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. ചിലർ കളർ പേപ്പർ വെച്ച് ചെയ്തിട്ടുണ്ട്, ചിലർ അതുപോലെ തന്നെ ക്ലോത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഏതൊക്കെയോ ബാച്ചിലെ കുട്ടികളെ എനിക്കറിയില്ല. ഞാൻ കളർ കാർഡാണ് ഉണ്ടാക്കിയിരുന്നത് മോണ്ടിസോറി പഠിക്കുന്ന സമയത്ത്. എന്തെങ്കിലും ഒരു ഷേപ്പ് വെച്ചിട്ട് അതിൽ കളർ ഫില്ല് ചെയ്ത് അങ്ങനെ കളർ കാർഡായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് കളർ ടാബ്ലറ്റ്സ് 3 ടൈപ്പ് ഉണ്ട്. പ്രൈമറി കളർ ടാബ്ലറ്റ്സ്, സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ്, ടേർഷറി കളർ ടാബ്ലറ്റ്സ്. പ്രൈമറിയിൽ 3 കളേഴ്സ് ആണുള്ളത്, സെക്കൻഡറിയിൽ 11 കളേഴ്സ്, ടേർഷറിയിൽ 63 കളേഴ്സ് ഉണ്ട്. ടേർഷറി അതായത് തേർഡ് ടൈപ്പില് കളർ മിക്സിംഗ് ആണ്. ഒരു കളർ മിക്സ് ചെയ്യുമ്പോൾ അടുത്ത കളർ, ഇപ്പം എന്താ പറയാ യെല്ലോയും ഓറഞ്ചും മിക്സ് ചെയ്ത് അങ്ങനെ മിക്സ് ചെയ്തുള്ള 63 കളേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ്. കളർ ഏതൊക്കെയാന്ന് എന്നോട് ചോദിക്കാതെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. നിങ്ങളോട് ഞാൻ വൈവിക്ക് ചോദിക്കില്ല കേട്ടോ. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളർ ടാബ്ലറ്റ്സ് അതില് പ്രൈമറിയില് 3 എണ്ണം, സെക്കൻഡറിയില് 11, ടേർഷറിയില് 63 കളേഴ്സ്. അപ്പൊ സെക്കൻഡറിയിലുള്ള കളർ ടാബ്ലറ്റ്സ് അത് നമ്മളുടെ ആ മെറ്റീരിയൽ അങ്ങനെ തന്നെയുണ്ട്.
സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് 11 കളേഴ്സ് വരുന്ന ഇങ്ങനെ ബോർഡ് പോലെയുണ്ട്. ഒരു ബോക്സിൽ, നീളൻ ബോക്സിൽ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് ആയിട്ടാ. ഒരു കളർ 2 എണ്ണം ഉണ്ട്. 11 കളേഴ്സ്, അപ്പൊ 22 എണ്ണം ഉണ്ട്. അപ്പൊ അത് പെയർ ചെയ്യാം, ഒരേപോലുള്ള കളർ തമ്മിൽ പെയർ ചെയ്യാം, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. നല്ല വൈബ്രന്റ് കളേഴ്സുമാണ്. ഓക്കെ, സോ ഇവിടെ ടീച്ചർ ഫസ്റ്റ് ലാംഗ്വേജ് എന്നുള്ള കൺസെപ്റ്റ് ഇൻഡയറക്ട്ലി കൊടുക്കുന്ന രീതി നമുക്ക് നോക്കാം. അതിൽ നിന്ന് ആ കളർ ടാബ്ലറ്റിൽ നിന്ന് ബ്ലൂ കളർ എടുത്തു. ചെറിയ ഇത്രയുമുള്ളൊരു ഷേപ്പിൽ വരുന്നതാണ്. ബ്ലൂ ടാബ്ലറ്റ്സ് എടുത്തു. എന്നിട്ട് കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ദിസ് ഈസ് ബ്ലൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് ആ കളർ ബ്ലൂ ആണ് കിട്ടി. അവന് ഓർക്കും, ബ്ലൂ കളറിൽ ഞാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവന്റെ അന്നത്തെ ഡ്രസ്സിന്റെ കളർ ബ്ലൂ ആണെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചറുടെ ഡ്രസ്സിന്റെ കളർ, ഫെസിലിറ്റേറ്ററുടെ ഡ്രസ്സിന്റെ കളർ, അങ്ങനെ എന്തെങ്കിലും ബ്ലൂ അവനപ്പൊ അതൊക്കെ അവൻ കണക്ട് ചെയ്യും. ഇനി സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ആ ബ്ലൂ ടാബ്ലറ്റ് ഈ ഫെസിലിറ്റേറ്റർ മാറ്റും. ഷീ റിമൂവ്സ് ബ്ലൂ ടാബ്ലറ്റ്. എന്നിട്ട് വേഗം തന്നെ റെഡ് ടാബ്ലറ്റ് വയ്ക്കും. അപ്പൊ ബ്ലൂ കണ്ട് ഇങ്ങനെ ബ്രെയിനിൽ അതിങ്ങനെ ഫീഡ് ആയിട്ടിരിക്കുവാണേ. അപ്പോഴാണ് അത് മാറ്റിയിട്ട് റെഡ് വെക്കുന്നത്. എന്നിട്ട് കുട്ടിയോട് പറയും ദിസ് ഇസ് റെഡ്. അപ്പൊ അവന് ദിസ് ഈസ് റെഡ് അതും വന്നു. ഫസ്റ്റ് പീരീഡിൽ 2 കളർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, രണ്ടും ഒരുമിച്ച് ചെയ്തില്ല, ഒരെണ്ണം കാണിച്ച് അത് മാറ്റിയിട്ടാണ് രണ്ടാമത്തത് കാണിച്ചത്. ഓക്കെ, സെക്കൻഡ് പീരീഡില് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ടാബ്ലറ്റ്സും കുട്ടിയുടെ മുന്നിൽ വെക്കും. എന്നിട്ട് ചോദിക്കുവാണ്, അത് ബ്ലൂവും വെച്ചു റെഡും വെച്ചു. എന്നിട്ട് ചോദിക്കുകയാണ് വിച്ച് ഈസ് ദ റെഡ് വൺ, വിച്ച് ഈസ് ദ ബ്ലൂ വൺ. കുട്ടിക്ക് ആൻസർ ചെയ്യാം ടച്ച് ചെയ്തിട്ട്. ദിസ് ഈസ് റെഡ്, ദിസ് ഈസ് ബ്ലൂ. അപ്പൊ അവൻ ആ സെന്റൻസ്, കാരണം അവൻ ഫസ്റ്റ് പീരീഡിൽ റിപ്പീറ്റഡ് ആയിട്ട് ആ സെന്റൻസ് കേട്ടു അല്ലെ. പിന്നെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഈസ് റെഡ്, വിച്ച് ഈസ് ബ്ലൂ. ഇനി അവനെ തന്നെ ഏൽപ്പിക്കുമ്പോൾ അവൻ തന്നെ ഇത് ചെയ്യും. ദിസ് ഈസ് റെഡ്, ദിസ് ഈസ് ബ്ലൂ, വിച്ച് ഈസ് റെഡ്, വിച്ച് ഈസ് ബ്ലൂ. അങ്ങനെ ഗ്രൂപ്പായിട്ട് മറ്റു കുട്ടികളായിട്ട് ചേർന്ന് വേണമെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പൊ അവരത് ഗെയിം ആയിട്ട് ചെയ്യും. അത് സെക്കൻഡ് പീരീഡിലാകുന്ന. അപ്പൊ കറക്റ്റ് പറയുവാണെങ്കിൽ റെഡിനെ തന്നെയാണ് റെഡ് പറയുന്നു, ബ്ലൂവിനെ തന്നെ ബ്ലൂ പറയുന്നല്ല, അതെല്ലാം മാറിപ്പോയി. അപ്പൊ വീണ്ടും ഫസ്റ്റ് പീരീഡ് ടീച്ചർക്ക് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർക്ക് ഒന്നുകൂടെ ചോദിക്കാം, ദിസ് ഇസ് റെഡ്, പിന്നെയും കാണിക്കാം. അങ്ങനെ ഒരു ഗെയിം പോലെ ചെയ്യും. തേർഡ് പീരീഡ് ആ ഒരു നെയിമിംഗ് കൺസെപ്റ്റ് കുട്ടിക്ക് വരുവാണ്. ഫെസിലിറ്റേറ്റർ ടാബ്ലറ്റ്സ്, ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കുവാണ്. അപ്പൊ കുട്ടിക്ക് ആ ഒരു കളറ് എന്നുള്ള കൺസെപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പറയും ദിസ് ഇസ് റെഡ് അല്ലെങ്കിൽ ദിസ് ഇസ് ബ്ലൂ, ഏത് കളറാണ് വന്നത്. അപ്പൊ വേണമെങ്കിൽ അടുത്ത ടാബ്ലറ്റ് വെച്ചിട്ട് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ഈ 3 ലെവലില് കുട്ടിയോട് ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ്, കളർ എന്നുള്ള കൺസെപ്റ്റ് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 3 ലെവൽസിൽ അവർ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു ആ ഒരു ഫെസിലിറ്റേറ്റർ. അതിന്റെ ഒപ്പം തന്നെ ലാംഗ്വേജിന്റെ ഫോർമേഷനും, എങ്ങനെ സംസാരിക്കുമ്പോൾ സ്ട്രക്ചർ ആയിട്ടൊരു സെന്റൻസ് പറയണം എന്നുള്ളതും അതുവഴി കുട്ടിക്ക് കിട്ടുകയാണ് ഒരു ബോണസ് പോലെ. ഓക്കെ, ഇതൊക്കെയാണ് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇതൊരു ആക്ടിവിറ്റി എങ്ങനെ ചെയ്യിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി സൈക്കിൾ, കമ്മ്യൂണിറ്റി ലൈഫ്. നമ്മൾ പറഞ്ഞു എപ്പോഴും കുട്ടി നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നു, എപ്പോഴും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അഞ്ച് സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ആവുകയാണ്. നമ്മള് സൈക്കോളജി പാർട്ടിലൊക്കെ പഠിച്ചു, കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർക്ക് സെപ്പറേഷൻ ആങ്സൈറ്റി, സ്ട്രേഞ്ചർ ആങ്സൈറ്റി, സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ഒരു പേടി, ഫിയർ വരും. പിന്നെ അമ്മയെ കാണുന്നുണ്ടാവുമ്പോഴേക്കും, അല്ലെങ്കിൽ കെയർ ഗിവർ ആരാണ് അവരെ കാണാതാവുമ്പോഴും അതിന്റെ ഒരു ഫിയർ, അങ്ങനെയൊക്കെ അതൊക്കെയാണ് നമ്മൾ അങ്ങനെ പഠിച്ചിരുന്നു അല്ലെ. പക്ഷെ വൺസ് ഇങ്ങനെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, ഓരോ ഏജ് കഴിയുമ്പോൾ അവരാ ഓരോ എൻവയോൺമെന്റിലൂടെ വളർന്നു വരുമ്പോൾ ഇവര് ചുറ്റുമുള്ള ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവരുടെ കമ്മ്യൂണിറ്റി ലൈഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ അതാണ് നെക്സ്റ്റ് പറയുന്നത്, ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. അതിന് മോണ്ടിസോറി എൻവയോൺമെന്റ് എത്രത്തോളം കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു, ഹെൽപ്ഫുൾ ആകുന്നു. ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയിലെ ആ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അത് മുഴുവനും തേർഡ് ഫാക്ടേഴ്സ് ആയിട്ട് അത് പറയുന്നത്. ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി സൈക്കിളിൽ ഓരോ തേർഡ് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. മുഴുവൻ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. യെസ്, ഞാൻ റീഡ് ചെയ്യാം മിസ്. Development of community life.
Children in the Montessori environment work graciously. They cooperate and provide moral help to each other. This development is aided by several key elements in the Montessori method. Firstly, a sense of ownership. All the children in the classroom have a sense of ownership and responsibility. Everything in the class is child-sized and geared to their physical, psychological, and emotional needs. Children maintain the order for the day. Second, responsibility. The children begin to feel for each other. Children in a Montessori environment provide moral help to other children. They provide complementary help to other children. Children are also given freedom in their social reactions through his freedom. The child's natural interest in others and desires help them grow spontaneously. Third, the in, incorrupt, in incorporation of children of different ages in each class. A typical Montessori classroom consists of 25 children with one to third of the 3 years olds, 1/3 of the 4-year-olds, and 1/3 of the 5 years old. The insistence of on a mixed age group provides children opportunities to help each other and them build. പോരെ മിസ്സേ? Yes, yes. So development of community cycle. Okay. The community life cycle and community life. Okay. അപ്പൊ അത് അതിന്റെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ലേ? കുട്ടികൾ കൂടുതലായി സോഷ്യലൈസ് ചെയ്യുന്നു. സോഷ്യലൈസ് ചെയ്യുന്നതിന്റെ മാത്രമല്ല അവരുടെ ഒരു നമ്മളൊക്കെ ഇപ്പൊ ഒരു പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ കുട്ടികളുടെ പല ഏജിലുള്ള കുട്ടികൾ വരാം. ചിലപ്പോ ചില കുട്ടികൾ ഭയങ്കര അജിറ്റേറ്റീവ് ആയിട്ട് വയലന്റ് ആയിട്ട്, ചിലര് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര സബ്മിസീവ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്ത് ആരെയും ഡിസ്റ്റർബ് ചെയ്യാത്ത അങ്ങനെ ഒരു ഗ്രൂപ്പിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ പോകുന്നവരുടെ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് അതുപോലെ ആയിരിക്കും അങ്ങനെയുള്ള കുട്ടികളുടെ. അവര് അവരുടെ കാര്യങ്ങൾ ചെയ്യും, പക്ഷെ അവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അതും അവർ ശ്രദ്ധിച്ചത് സെൽഫ് റെസ്പെക്ട് ടു അതേഴ്സ്, റെസ്പെക്ട് ടു ദ എൻവയോൺമെന്റ്, അങ്ങനെയൊക്കെയാണല്ലോ ഫാക്ടേഴ്സ് വരുന്നത്. അപ്പൊ അവര് നല്ല ഹാപ്പി ആയിട്ട് അവർ വർക്ക് ചെയ്ത് ആ ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകും. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് കോപ്പറേഷൻ അതവിടെ നടക്കും. കോപ്പറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മോണ്ടിസോറി എൻവയോൺമെന്റില് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റിയാണിത്, കോപ്പറേറ്റീവ് മനോഭാവം, സഹകരിക്കുക എന്ന് പറയണ പോലെ. അപ്പൊ സെവറൽ കീ എലമെന്റ്സ് ഉണ്ട് ഇങ്ങനെ ആ കമ്മ്യൂണിറ്റി ലൈഫിലേക്കുള്ള അവരുടെ യാത്ര, ആ ജേർണി, ആ ഡെവലപ്മെന്റിന് പല കീ എലമെന്റ്സ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് വൺ ആണ് സെൻസ് ഓഫ് ഓണർഷിപ്പ്. അവർക്ക് എല്ലാവർക്കും ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ആ ഒരു ക്ലാസ് റൂം, ദിസ് ഇസ് മൈ ക്ലാസ് റൂം, ദീസ് മെറ്റീരിയൽസ് ആർ മൈൻ, ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ വീട്ടിലാണെങ്കിൽ ദിസ് ഇസ് മൈ ഹോം, സോ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഓൾ ദ തിങ്സ് ഇൻ മൈ ഹോം, ഐ ഹാവ് സം റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ദിസ്. ആ ഒരു രീതിയിലുള്ള ഒരു ഫീല് നല്ലപോലെ കുട്ടികളിൽ വരും. സ്കൂളാണെങ്കിലും എന്റെ സ്കൂളാണ് ആ ഒരു ഫീല്. പിന്നെ ആ ഒരു ക്ലാസ് റൂമിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയുടെ സൈസിലുള്ളതാ. അതേസമയം കുട്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അവന് ആ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് വരില്ല. കാരണം അവന് എടുക്കാനോ പറ്റില്ല, ടച്ച് ചെയ്യാനോ പറ്റാത്ത രീതിയിൽ മുകളിൽ എവിടെയായിരിക്കും വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് മൈൻഡ് എന്നുള്ള ഫീലേ വരുള്ളൂ. അപ്പൊ ആ ഒരു എല്ലാം ചൈൽഡ് സൈസിലാണ്. അത് യൂസ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും അവിടെ കിട്ടുന്നുണ്ടല്ലോ. അവരുടെ ഫിസിക്കൽ നീഡ്സ്, സൈക്കോളജിക്കൽ നീഡ്സ്, അതുപോലെ തന്നെ ഇമോഷണൽ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അത് അങ്ങനെയാവുമ്പോൾ അവരൊരു ഓർഡർ, അവർക്കൊരു സിസ്റ്റമാറ്റിക് ഒരു ഓർഡർ വരുന്നു. അവർ മാറ്റ് എടുത്തുകൊണ്ട് വരുന്നു, ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വരുന്നു, മാറ്റ് അൺഫോൾഡ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ മെറ്റീരിയൽസ് വെച്ച് ആക്ടിവിറ്റി ചെയ്യുന്നു. ആക്ടിവിറ്റി കഴിയുന്ന മെറ്റീരിയൽസ് അതുപോലെ ഷെൽഫിൽ കൊണ്ടുവയ്ക്കുന്നു. മാറ്റ് തിരിച്ചതിരിക്കുന്ന സ്ഥലത്ത് ഫോൾഡ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നു. ഇതെല്ലാം ഇറ്റ്സ് മൈൻ, ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദിസ് എന്നുള്ള ഒരു ഫീൽ വരുന്നു. പിന്നെ സെക്കൻഡ് വൺ റെസ്പോൺസിബിലിറ്റി. ഇത് ബിഗിൻ ഫീൽ ഫോർ ഈച്ച് അതർ, മറ്റു കുട്ടികളോടുള്ള ആ ഒരു ഫീല്.
ഒരു മോറൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു മറ്റു കുട്ടികൾക്ക്. അതുപോലെ തന്നെ തിരിച്ചു ഒരാൾക്കൊരു ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ് നമ്മൾ പറയില്ലേ, കോംപ്ലിമെന്ററി ആയിട്ട് ഹെൽപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. അവർക്ക് ഫ്രീഡം ഉണ്ട്, ആ ഒരു എൻവയോൺമെന്റിൽ അവർക്ക് ഫ്രീഡം ഉണ്ട്. അപ്പൊ ഈ ഫ്രീഡം കാരണമാണ് ഇവര് ഇതുപോലെ ഈ പറയുന്ന എല്ലാ ക്വാളിറ്റീസും അവരിൽ വരുന്നത്. അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള അവരുടെ ലൈഫിന്റെ ജേർണി നല്ല രീതിയിൽ തന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ തേർഡ് വൺ എന്നുള്ള കീ എലമെന്റ്സ് ആണ് ഈ ഒരു എൻവയോൺമെന്റിൽ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് ആണ്. ഒരു 25 സ്റ്റുഡൻസ് 25 കുട്ടികളുള്ള ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് ആണെങ്കിൽ അവിടെ 1/3 3 years ആകാം, 1/3 4 years ആകാം. അപ്പൊ 3 yearsന്റെ ഒരു ഏജ് സ്പാൻ ആണ്. 3 to 6 years വരുന്ന കുട്ടികളാണ് വരുന്നത്. അപ്പൊ മിക്സഡ് ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരസ്പരം ഹെൽപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടുതലാണ്. പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആയിരിക്കും. എൽഡർ കുട്ടികൾ യങ്ങർ വൺസിനെ ടേക്ക് കെയർ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ ഹെൽപ്പ് അത് കൂടുതലായിട്ട് നടക്കുന്നു. ഇതാണ് അതിൽ പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ്, ദ കീ എലമെന്റ്, കീ ഫാക്ടർ, വൈറ്റൽ പേഴ്സൺ ഇൻ ദ മോണ്ടിസോറി എൻവയോൺമെന്റ്, ദാറ്റ് ഇസ് നമ്മൾ തന്നെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ടീച്ചർ നമ്മളതെല്ലാം വെട്ടി ഫെസിലിറ്റേറ്റർ ആക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. സോ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററെ കുറിച്ച് പറയുകയാണ്. അപ്പൊ അത് എന്ന് വെച്ചാൽ വളരെ ചെറിയ വാക്കുകളിൽ പറഞ്ഞൊന്നും നിർത്താൻ പറ്റില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈവൻ ദോ ഷീ ഈസ് ഒബ്സർവിങ് ദ കിഡ്സ്, ദാറ്റ് മീൻസ് ദാറ്റ് ടാസ്ക് ഈസ് വെരി വാല്യൂബിൾ. അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. സോ ഒബ്സർവ് ചെയ്ത ഒരാളുടെ പ്രോഗ്രസ് മനസ്സിലാക്കുക. ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നില്ല, അല്ലേ? ഒബ്സർവേഷനിലൂടെ മാത്രം ആ കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരുവാണ്. സോ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ, മോണ്ടിസോറിന്റെ ഫെസിലിറ്റേറ്ററുടെ ക്വാളിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അതിൽ പറഞ്ഞു വരുന്നത്. സോ ആ ഒരു പാരഗ്രാഫ് ആണ് വായിക്കാം, അബൌട്ട് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. Okay, please. The Montessori teacher. Education is acquired not by listening to words, but by experience in the environment. The teacher grasps the individualism that makes each child wonderfully different. She helps develop and nurture the light of each child, as stated by Dr. Montessori. The Montessori teacher plays an important role in the Montessori environment. The children and the new teacher unit to form inseparable parts of a single educational whole, which is a dynamic and continuous process of development for both of them. It would perhaps be truer to describe it as a single social whole rather than educational one. Thank you, ma'am. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സിംപ്ലി ലിസണിങ് ടു വേർഡ്സ്, അയാളെ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ബട്ട് ത്രൂ എക്സ്പീരിയൻസസ്, പല കാര്യങ്ങളും ചെയ്ത് ത്രൂ ദാറ്റ് എക്സ്പീരിയൻസസ്. മേ ബി അതുകൊണ്ടായിരിക്കാം നമ്മളുടെയൊക്കെ ഒരു കാലത്തില് +1 +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ആയിരുന്നു വന്ന് ആ സമയത്ത് ലാബ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് പീരീഡ് എന്നും പറഞ്ഞിട്ട് ചെറിയ ക്ലാസ്സുകളിൽ നമുക്കുണ്ടായിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക്, സ്റ്റിച്ചിങ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു. അങ്ങനെ കോഴ്സിന്റെ കൂടെ അങ്ങനെ ഓരോന്നും ചെയ്തു ത്രൂ എക്സ്പീരിയൻസ് അങ്ങനെ പലതും പഠിക്കാം. ഇപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്നാണെങ്കിൽ ആ സറൗണ്ടിങ്സ്, ആ എൻവയോൺമെന്റിൽ നിന്നാണ് കുട്ടികൾ എഡ്യൂക്കേറ്റ് ആകപ്പെടുന്നത്. അല്ലാതെ അവര് ഒരു ബുക്സിൽ നിന്നോ ക്ലാസ് റൂമിലെ സ്റ്റഡിയിൽ നിന്നോ അല്ല നടക്കുന്നത്. ഫെസിലിറ്റേറ്റർ ആണ്. ഫെസിലിറ്റേറ്റർ അതിനനുസരിച്ച് ഒരു വണ്ടർഫുൾ പേഴ്സൺ തന്നെയാണ്. ഫെസിലിറ്റേറ്റർ ആണ് കുട്ടിക്ക് ആ ഒരു ഫീല് കൊടുക്കേണ്ടത്, ആ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു രീതിയിലാണുള്ളത്. ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യണം കുട്ടികളെ നർച്ചർ ചെയ്യാനായിട്ട്. ഓരോ കുട്ടിയുടെ ഉള്ളിലും ഓരോ ലൈറ്റ് ഉണ്ട്, അതിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ, അതിനെ ട്രിഗർ ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റണം. അതാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. മോണ്ടിസോറി ഡയറക്ടർസ് എന്ന് വേണമെങ്കിൽ അവിടെ പറയാം, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ എന്ന് പറയാം. പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദി മോണ്ടിസോറി എൻവയോൺമെന്റ്. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിൽ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ചിൽഡ്രനും ഈ ഫെസിലിറ്റേറ്ററും കൂടെ ഒരുമിച്ച് ചേർന്ന് അവർ ആ ഒരു സിംഗിൾ എഡ്യൂക്കേഷണൽ ഒരു നല്ലൊരു പാർട്ടാകുന്നു. യുണൈറ്റ് ആയിട്ട് ഒരു ഹോൾ പാർട്ടായിട്ട് മാറുവാണ്. അത് ഈ പറയുന്ന പോലെ ഒട്ടും ആക്റ്റീവ് അല്ലാത്തതല്ല, ഇറ്റ് ഇസ് ഡൈനാമിക്, ഭയങ്കര ആക്റ്റീവാണ്. കണ്ടിന്യൂസ് ആയിട്ട് അവിടെ അവർ പല ആക്ടിവിറ്റീസും ചെയ്യുന്നു, ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. അപ്പൊ രണ്ടുപേർക്കും അവിടെ ഡെവലപ്മെന്റ് ആണ് സംഭവിക്കുന്നത്. ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡിലെ പോലെയല്ല. ട്രഡീഷണൽ മെത്തേഡിൽ ഇപ്പൊ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എഡ്യൂക്കേഷൻ നടക്കുമ്പോൾ ലേണർ ആണെങ്കിലും അതായത് പഠിപ്പിക്കുന്ന ആളും പഠിക്കുന്ന ആളും രണ്ടുപേർക്കും ഒരു രീതിയിൽ ഡെവലപ്മെന്റ് വരുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് നടക്കേണ്ടതെന്നാണ് പറയുന്നത്. ആ രീതിയിലായിരിക്കണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ഐ ആം ദ ബെസ്റ്റ്, ഞാനിങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കുക, അങ്ങനെയല്ല. നമ്മൾ വെൽക്കം ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വാട്ട് യു ഹാവ് ടു സേ, വാട്ട് യു ഹാവ് എനിത്തിങ് ടു ക്ലിയർ, എനി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള. ഞാൻ എപ്പോഴും ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയും, ഒരിക്കലും ക്ലാസ് എടുക്കുന്ന ആൾക്കല്ല ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ യോഗ്യത എന്ന് പറയുന്നത്. ക്ലാസ് കേൾക്കുന്നവര് സ്റ്റുഡൻസിനാണ് അതിനുള്ള, ദേ ആർ ഡിസേർവിങ്, അവരാണ് ഡിസേർവ് ചെയ്യുന്നത്, അവരാണ് ചോദിക്കേണ്ടത് ക്വസ്റ്റ്യൻസ്. ഓക്കെ ഫൈൻ. സോ താങ്ക് യു സോ മച്ച്. എനിക്ക് 1:30 നമ്മുടെ പി.ജിയുടെ ഫിഷിംഗ് ക്ലാസ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ എൻഡ് ചെയ്യുവാണ്. എനിത്തിങ് എൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഉണ്ടോ? മാം മൊഡ്യൂൾ 3യുടെ അതൊന്ന് PDF ഇടാൻ പറയോ? പറയാം. മിസ്സേ അത് കോപ്പി എടുക്കണോ? ഞാൻ പറയാം, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം നിങ്ങളത് എടുക്കണോന്നുള്ളത്. അല്ലെ മെയിൻ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാലും മതി. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം PDF ആണ് എടുക്കുന്നത്. എന്നാലും PDF ഷെയർ ചെയ്യാൻ ഞാൻ പറയാം. ഓക്കെ. MCQ 24ന്റെ സെൽഫ് ഓക്കെ, ഞാൻ പോയിക്കോട്ടെ. എന്റെ ഓഫീസിൽ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാർ വിളിക്കും. താങ്ക് യു മാം. Okay, ma'am. Thank you. Okay, ma'am. താങ്ക് യു മാം. Thank you. Thank you, ma'am.